Hey guys, assalamualaikum. Welcome back to my channel. So in the last നോമ്പായിട്ട് ഇന്ന് നമ്മൾ പുറത്ത് പോകണാണ് ബിക്കോസ് നമ്മുടെ ഈദായിട്ട് ബേബിക്ക് വേണ്ടിയുള്ള കുറച്ച് ഐറ്റംസ് എടുത്തിട്ടില്ല, പാൻറ്റൊക്കെ എടുത്തിട്ടില്ല. അപ്പൊ അതൊക്കെ എടുക്കണം. പിന്നെ നമുക്ക് രണ്ടുപേർക്ക് ത്രെഡിങ് ഒക്കെ ചെയ്യാനുണ്ട്. അങ്ങനത്തെ ഒന്ന് രണ്ട് സ്മോൾ കാര്യങ്ങൾ ലാസ്റ്റ് ഡേ ഒരു ഈദായിട്ട് നമ്മുടെ ലാസ്റ്റ് ഒരു കലാശ കൊടുക്കാനുണ്ട്. അപ്പൊ ഇന്ന് ലാസ്റ്റ് ഡേ എന്ന് മനസ്സിലായി ബിക്കോസ് ഇന്നലെ പുറത്ത് രാജ്യങ്ങളിലൊക്കെ പെരുന്നാളാണ്. അപ്പൊ നമുക്ക് എന്തായാലും നാളെ പെരുന്നാൾ കൺഫേം ആയിരിക്കും. അപ്പൊ പിള്ളേർ രണ്ടുപേര് വരണില്ല എന്ന് പറഞ്ഞ് വീട്ടിലിരുന്ന് ചിൽ ചെയ്യാനാണ് അവരുടെ പ്ലാൻ. അപ്പൊ നമുക്ക് കാരണവർമാർക്ക് പോയിട്ട് വരാം അല്ലെ. അപ്പൊ ഇവിടെ നിന്നിട്ട് കുറെ വാലാക്കാനുള്ള ശക്തിയും ശേഷിയും ഇല്ല ഗൈസ് ബിക്കോസ് വെരി ഹോട്ട്, ഡാം ഹോട്ട്. അപ്പൊ നമുക്ക് പോവാം അല്ലെ. എന്തെങ്കിലും പറയാനുണ്ടോ മുതലാളിക്ക്? മുതലാളി ഫുള്ള് തിരക്കിലാണ്, ഓടി നടക്കണം. ഗൾഫിലുള്ള എല്ലാവർക്കും അവരെ കഴിഞ്ഞിട്ടുണ്ടാവും അഡ്വാൻസ് നമുക്ക് ഇത് മുബാറക്. അപ്പൊ നമ്മൾ വിചാരിച്ച മറ്റന്നാളാവുന്നു, പക്ഷെ നാളെ ആയി, നോ പ്രോബ്ലം. അപ്പൊ ലെറ്റ്സ് ഗോ. കാര്യങ്ങളൊക്കെ തീർത്തിട്ട് നമുക്ക് വരാം. അങ്ങനെ നമ്മൾ H&M എത്തി, വാഷ്റൂം പോയിട്ട് വന്നാണ്. ബേബി ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഹായ്, എവിടെ H&M? അപ്പൊ നമുക്ക് പോവാം. നമുക്കൊന്ന് ഇവിടെ കയറായിരുന്നു അല്ലെ, സോനിപ്പുറത്തും. അത് കഴിഞ്ഞിട്ട് ഓക്കെ, ലെറ്റ്സ് സീ. H&M പോയി ബേബിക്ക് പാൻസ് ഒക്കെ കിട്ടി. അത് കഴിഞ്ഞിട്ട് മൊത്തം അലച്ചിലാണ്. എന്ത് നമുക്ക് പാർലർ നോക്കിയിട്ട് ഒന്നും നടക്കല്ല ബിക്കോസ് ഇറ്റ്സ് സൺഡേ. എന്നാലും ഈദായിട്ട് ഓപ്പൺ അല്ലല്ല ചെയ്യണായിരുന്നു, പക്ഷെ ആരും ചെയ്തില്ല. അൺഫോർച്ചുനേറ്റ്ലി ഐബ്രോസ് ഗ്രോ ആയിട്ടുണ്ട് ഗൈസ്. ഭംഗി ഉണ്ടാവില്ലേ മുഖത്തിന്. ബേബിക്ക് താടിയും ഷേവ് ചെയ്യാനുണ്ട്, ഷേപ്പ് ആക്കാനുണ്ട്, അതും നടന്നില്ല. സോ അപ്പോൾ ഓൾറെഡി നോമ്പ് തുറക്കാനുള്ള സമയമായി വന്ന് 5 o'clock കഴിഞ്ഞു. ബിക്കോസ് നമ്മൾ വേറെ 1-2 ഷോപ്പിലോട്ടൊക്കെ പോയായിരുന്നു. പിന്നെ വിതൗട്ട് കിഡ്സിനെ പിക്ക് ചെയ്തിട്ട് നമുക്ക് നോമ്പ് തുറക്കാൻ പോവാന്ന് ബേബി പറഞ്ഞു. ദെൻ വി കോൾ ദം. അപ്പോൾ അവർ റെഡിയായി വന്നു. ഇനി കിഡ്സിനെ പിക്കാക്കി വി ആർ ഓൺ ദ വേ നോമ്പ് തുറക്കാനായിട്ട്. ഇനി ആ ഓൺ ദ വേയിൽ നമുക്ക് ഏതെങ്കിലും പാർലർ ഉണ്ടെന്ന് നോക്കാം. ഉണ്ടെങ്കിൽ നൈസ് റൈറ്റ് സൺലൈറ്റ്. അയ്യോ സൺ എവിടെ? ഒരു ഇടക്കിടക്ക് ഒരു ഓറഞ്ച് ലൈറ്റ്, നല്ല ലൈറ്റിംഗ് ആണ്. റീലൊക്കെ ചെയ്യാൻ പറ്റിയ ലൈറ്റിംഗ്. ജൈഗു, ആർ യു റെഡി നോമ്പ് തുറക്കാൻ? ജൈഗു ആണോ ഇത് സെലക്ട് ചെയ്തത് ഡ്രസ്? ബ്ലാക്കും ഗ്രീൻ അതെന്ത് ഇതിയാ? ഓ നൈസ് കോമ്പിനേഷൻ. യു നോ എനിക്ക് ഇഷ്ടമാണ് ഗ്രീനും ബ്ലാക്കും. യു നോ ഹൗ ടു കമ്പൈൻ അല്ലേ? അടിപൊളി. അപ്പൊ നമുക്ക് പോവാം അല്ലേ? ഓറഞ്ച് വെട്ടം കണ്ടില്ല, പോയി കാണിക്കുന്നു നോക്കൂല. ഗൈസ്, അങ്ങനെ നമ്മളൊരു റെസ്റ്റോറൻറ്റിലെത്തി. നമ്മളിതിന് മുമ്പ് 2 പ്രാവശ്യം നോമ്പ് തുറന്നിട്ടുണ്ട്. റെസ്റ്റോറൻറ്റ് ഓൺ ദ വേ ഉള്ളിൽ കയറിയിട്ട് ഇങ്ങനെ ഉള്ളിലോട്ട് വരുമ്പോൾ സമോസ കടികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ. എബു ഉറക്കുമായിരുന്നു. ജസ്റ്റ് കണ്ണ് തുറന്നതോ സമോസ കണ്ട്. അപ്പൊ തന്നെ എന്റെ എബു കരയാൻ തുടങ്ങി. അപ്പൊ അവന് വേണ്ടി ഒരെണ്ണം പെട്ടെന്ന് ബേബി എടുത്ത് എന്നിട്ട് തന്നത്. നമുക്കുള്ളതൊക്കെ എടുക്കും. നല്ല തലവേദനയാണ്, ഭയങ്കരമായിട്ട് ഹെഡേക്കാണ്. 2 പേര് നമ്മുടെ കടികളും നീർദോശ ഉണ്ടാ കഴിക്കണം. മാംഗോ കടികൾ കാണിച്ചു തരാം. എന്തൊക്കെയുണ്ട്? ചിക്കൻ സമൂസ, ഇറച്ചിപ്പത്തിരി, ഇതെന്താ കോക്കനട്ട് എഗ് കോക്കനട്ട് അങ്ങനെ എന്തോ പറഞ്ഞു. ഒറ്റ പ്ലേറ്റിലിട്ട് എടുത്താന്നല്ലേ?
നെബുന് കൊടുക്കട്ടെ. നോമ്പുറക്കാൻ ഇനി ഒരു 10 minutes കൂടെ ഉണ്ട്. നേരത്തെ എത്തി നമ്മൾ. ആണോ? ആ ഇതെവിടെ സെയിം ആണ്. അത് കൈ തട്ടിപ്പോയി. ഞാനിങ്ങനെ മൈൻഡിൽ ഇങ്ങനെ ടെൻഡൻസ് അൽഹംദുലില്ലാ അങ്ങനെ 29 നോമ്പ് കംപ്ലീറ്റ് ചെയ്തു. ലാസ്റ്റ് അല്ലേ? അപ്പോഴേക്കാം കഴിക്കും. ഭയങ്കര ഹെഡേക്ക് ആയിരുന്നു. ആദ്യമേ അരച്ചാണ് ഷേക്ക് തുടങ്ങിയത്. നല്ല ഓട്ടമല്ല, നല്ല ബേബി ഓട്ടമെല്ലാം കഴിച്ചായിരുന്നു. നല്ലതല്ലേ? എന്തിനാ തുടങ്ങിയേ? പൊട്ടരുത് കേട്ടോ. പിടിച്ചോ. നല്ല സമൂസ അല്ലേ? ക്രിസ്പി. ഇറച്ചിപ്പത്തിരിയാ? പ്രശ്നം ബീഫൊക്കെയാണോ ഇറച്ചിപ്പത്തിരി പറയണം? ഗൈസ്, അങ്ങനെ നമ്മൾ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് വന്ന് നോമ്പൊക്കെ തുറന്ന് എല്ലാം കഴിഞ്ഞ് നല്ല തലവേദന എടുത്തിട്ട് പോയ ഗൈസ്. അപ്പൊ എന്തായാലും ഇന്നത്തോടെ നമ്മുടെ നോമ്പിന്റെ സീരീസ് കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ്. അപ്പൊ നമുക്കിനി നാളെ പെരുന്നാളുമായിട്ട് കാണാം. എല്ലാവർക്കും ഈദ് മുബാറക്. സ്റ്റേ ട്യൂൺ വിൽ സീ യു ഓൾ ഇൻ എ വെരി നെക്സ്റ്റ് വീഡിയോ. ബൈ.